സോ ഗൈസ് നമ്മൾ ഇന്ന് വീണ്ടും കളിക്കാൻ പോവുകയാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. സോ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dൻ്റെ എന്തല്ലോ ഇത് പാർട്ട് 3 ആണ് ഗൈസ്. സോ ആഡ് അതിൻ്റെ ഇടയ്ക്ക് സോ നമ്മുടെ ആഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെറ്റിങ്സ് പോയാൽ മോഡ്സിലോട്ട് ഷാഡോ ക്വാളിറ്റി ഹൈ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ വെയിറ്റ് പിന്നെ ക്യാം ഡിസ്റ്റൻസ് മീഡിയം. ഓക്കെ, നമുക്ക് പ്ലേ കൊടുക്കാം ഗൈസ്. സോ എനിക്ക് സ്റ്റോറി മോഡ് ഇടാൻ അറിയില്ല കേട്ടോ ഗൈസ്. സോ ഞാനിന്ന് കുറച്ചധികം ചീറ്റ് കോഡ്സ് ആൻഡ് കുറച്ചധികം മിക്സും ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. സോ നിങ്ങൾക്ക് ഞാനിന്ന് ഒരു ചീറ്റ് കോഡ് പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾക്ക് ടാങ്കിൻ്റെ ചീറ്റ് കോഡ് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. 4040 ആണ് ഗൈസ്. കണ്ടോ ഗൈസ്, ടാങ്ക് വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നമുക്ക് ഇതിൽ ഫയർ ചെയ്യാനെല്ലാം പറ്റും. ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയ്റോപ്ലെയിൻ്റെ ചീറ്റ് കോഡാണ് ഗൈസ്. അതിന് 555 അടിക്കാം. സോ നമ്മുടെ ആഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 555 വിളിച്ചാൽ നമുക്ക് എയ്റോപ്ലെയിൻ കിട്ടും. ഞാൻ പറത്തി കാണിച്ചു തരാം. പിന്നെ ഞാൻ ജെറ്റ് പാക്കിൻ്റെ കോഡ് കണ്ടുപിടിച്ചു ഗൈസ്. പിന്നെ ജെറ്റ് പാക്കിൻ്റെ കോഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. 2 ജെറ്റ് പാക്കിൻ്റെ കോഡുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് ഇതാണ് 320. ഇതാ ഇങ്ങനൊരു ജെറ്റ് പാക്ക് വരും. നെക്സ്റ്റ് 330 അടിച്ചാൽ ഇതാ ഇങ്ങനെയുള്ളൊരു ജെറ്റ് പാക്കും വരും. പിന്നെ അടുത്തതിനായിട്ട് നമുക്ക് പോവേണ്ടത് വേറൊരു ചീറ്റ് കോഡ് അടിച്ചു തരാം ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ബുള്ളറ്റിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം ഗൈസ്. 9 3 9 പ്ലസ് 1 9 999. ഇതാ കണ്ടോ ഗൈസ്, ബുള്ളറ്റ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ അത്ര സ്പീഡില്ല ഗൈസ്. ഞാൻ കളിച്ചു നോക്കിയപ്പോൾ നോക്കിയിട്ടുണ്ട് സ്പീഡുണ്ടോന്ന്. പിന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് വിളിക്കാനുള്ള ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ചീറ്റ് കോഡാണ് 9129 0 ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ആക്ടിവേറ്റ് ചീറ്റ് കോഡ് ആക്ടിവേറ്റ്. നിങ്ങൾക്ക് ഞാൻ പിന്നെ ബുഗാട്ടിൻ്റെയും ലംബോർഗിനിൻ്റെയും ചീറ്റ് കോഡ് പറഞ്ഞതാണ്. അതുമല്ല സൈക്കിളിൻ്റെയും ചീറ്റ് കോഡ് ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ബുഗാട്ടി വിളിക്കാം ഗൈസ്. അതിൻ്റെ ചീറ്റ് കോഡാണ് 800 ഗൈസ്. അടുത്ത ലംബോ വിളിക്കാം, ലാംബോ. സോ നിങ്ങൾക്ക് ഇഷ്ടം ഫെരാരി ആണോ അതോ ലംബോർഗിനി ആണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ലംബോർഗിനിയാണ് ഗൈസ് കൂടുതൽ ഇഷ്ടം. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞില്ലേ ഗൈസ്, ഒരു 100 ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. സോ 700 ആൻഡ് 800 ആണ് ബുഗാട്ടി. പിന്നെ വേറെയുള്ള മറ്റേ ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്കിൻ്റെ ചീറ്റ് കോഡ് ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ദശമൂലം താപണ്ണൻ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ആ ദശമൂലം താപൂൻ്റെ മെയിൻ പണി ചെയ്യുന്നു. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ മാനം കളയാനായിട്ട്. സോ നമുക്ക് കൂടുതൽ സ്പീഡ് നമ്മുടെ സ്പ്ലെൻഡറിനകത്തോ ഗൈസ്. സ്പ്ലെൻഡർ തന്നെയാണ് കൂടുതൽ സ്പീഡ്.
പിന്നെ ഇത് വെച്ച് വേറൊരു കളിയുണ്ട്. നമ്മളെ വേറെ വല്ല വണ്ടി ഇപ്പോൾ ഒന്ന് ഇടിച്ചാലുണ്ടല്ലോ അതും കത്തിപ്പോകും. ഞാൻ വേണേ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഫെരാരി കാണിച്ചില്ല, നമ്മളെന്നിട്ട് തെറിച്ചു പോകും. ഫെരാരി കാണിച്ചിട്ട് ഇടിച്ചിട്ട് പൊട്ടിത്തെറിച്ച് നിങ്ങൾ ഓവർ ആക്ടിങ് വീണ്ടും ചേച്ചി അല്ല ഗൈസ്. സോ ഇവൻ്റെ ഈ ഓവർ ആക്ടിങ് ഉണ്ടല്ലോ ഓസ്കാർ അവാർഡ് കൊടുക്കണം ഗൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ബൈക്കിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞതാണ് ഗൈസ്. 4050. ഇതൊരു ബൈക്കിൻ്റെ ചീറ്റ് കോഡാണ്. കണ്ടോ നമ്മളെ KTM വിളിക്കണമെങ്കിൽ അല്ല അപ്പാച്ചെ വിളിക്കണമെങ്കിൽ ഇതാണ് ഗൈസ് നമ്മുടെ ചീറ്റ് കോഡ്. അപ്പാച്ചേൻ്റെ ചീറ്റ് കോഡ് ഇതാണ് ഗൈസ്. സോ നമ്മൾ അപ്പാച്ചെ വിളിച്ചിട്ടുണ്ട്. ഇതിലെന്താണ് കയറാൻ പറ്റാത്തത്? നമുക്ക് വേറൊരു അപ്പാച്ചെ വിളിക്കാം. പിന്നെ നിങ്ങൾക്ക് ഫെരാരീൻ്റെ നമ്പർ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു 900 ഗൈസ്. 4050. ഓക്കെ കോൾ അപ്പാച്ചെ. ഓക്കെ കയറ്. ഇതിൻ്റെ പേര് കേൾക്കാൻ പറ്റേ വിറ്റ് പേരല്ലേ അപ്പാച്ചി കട്ട് പോലെ. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നെക്സ്റ്റ് ഒരു ഗ്ലിച്ച് ഉണ്ട്. ഓവർ ആക്ടിങ് അല്ല കണ്ണട ആരാണ് ഇവനെ വെപ്പിച്ചത്? ഞാൻ വെപ്പിച്ചില്ല ഗൈസ്. കണ്ണട എടുത്ത് മാറ്റി. കണ്ണട മാറിയോ? ഓക്കെ മാറി. ഓക്കെ സോ ഞാൻ എൻ്റെ സ്പ്ലെൻഡർ വിളിക്കുകയാണ് ഗൈസ്. സോ കണ്ടോ ഗൈസ്, ഇതെന്താണ് കയറാൻ പറ്റാത്തത് ഗൈസ് സ്പ്ലെൻഡറിൽ? സോ ഇവിടെ ഒരു ഫെരാരി ഞാൻ വിളിച്ചിട്ടുണ്ട്. വെറുതെ വിളിച്ചാണ് ഗൈസ്. നമുക്ക് നമ്മുടെ ലാംബോ എടുത്ത് പോകാം ഗൈസ്. ലാംബോ എനിക്ക് ഫെരാരിനേക്കാളും ഇഷ്ടം ലാംബോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ലാംബോ വിളിക്കുന്നത്. സോ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ ബസ് സ്റ്റാൻഡ്. റെയിൽവേ സ്റ്റേഷൻ്റെ ട്രെയിൻ അതാണ്. സോ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു സ്പ്ലെൻഡർ ബൈക്ക് വേണം. സ്പ്ലെൻഡർ ഏതാന്ന് വെച്ചാൽ ബൈക്ക് ഒരു സ്പ്ലെൻഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈക്ക്. ഞാനിപ്പോൾ ഇവിടെ വിളിക്കുന്ന ഒരു സ്പ്ലെൻഡറാണ്. സ്പ്ലെൻഡർ 9000 നമ്പർ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ അതേപോലെ തന്നെ ഹെലികോപ്റ്ററിൻ്റെ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് 8000. സോ നമ്മൾ ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ ഒരു ഇത്തിരി മുങ്ങുന്ന രീതിയിൽ ഫുള്ള് മുങ്ങാൻ പാടില്ല. ഇത്ര മുങ്ങണ്ട, കുറച്ചുകൂടി. ഓക്കെ ഇവിടുന്ന് ഒന്ന് ബ്രേക്ക് കൂടി. ഓക്കെ ഇതിൽ നിന്ന് ഇറങ്ങാം. ഇനി ഇതിലോട്ട് വീണ്ടും കയറുക. ഇപ്പം കാണാൻ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബ്രേക്ക് പിടിക്കുക, എന്നിട്ട് ഇറങ്ങുക ഗൈസ്. കണ്ടോ ഗൈസ്, ഇതൊരു ഗ്ലിച്ചാണ് ഗൈസ്. ആഹാ എന്തൊരു സുഖം, എന്തൊരു മനസ്സുഖം. കണ്ടോ ഗൈസ്, ഇതൊരു ഗ്ലിച്ചാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും പോയി തട്ടുകയാണെങ്കിലുണ്ടല്ലോ നമ്മൾ മറ്റേ നോർമലാവും. ഇപ്പം നിങ്ങളിങ്ങനെ ഇടിച്ചു പോയാലുണ്ടല്ലോ ഗൈസ്, നോർമൽ ആ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരെ നീന്തി ഈ സബ്വേയിലോട്ട് പോകണം ഗൈസ്. സോ ഞാനിതിൽ കുറേയൊക്കെ ചീറ്റ് കോഡ് ഞാൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുകയാണ് ഗൈസ്. അതായത് മറ്റേ യൂട്യൂബിലൊക്കെ കണ്ടുപിടിക്കാറുണ്ട് ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ വെറുതെ അടിച്ചു നോക്കും ഗൈസ്, അങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ ഗ്ലിച്ച്. ആൻഡ് നിങ്ങൾക്ക് സ്പൈനോസോറസിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞതാണ് ഗൈസ്. സ്പൈനോസോറസിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 52.
52-ൽ വിളിച്ച സ്പൈനോസോറസ് ആക്ടിവേറ്റ് ആവും ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും ഇതിനെ കൊന്നളയാണ് ഗൈസ്. സ്പൈനോ ഇതിന് എത്ര വെടി വേണ്ടി വരും? അതും മിസൈൽ വെച്ചു. 1 2 3 വെടി വേണം ഗൈസ് ഇതിനെ തീർക്കണം. സോ നിങ്ങൾക്ക് വേറെ ഒരു ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. 0-ൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഗ്യാസ് ക്യാൻ കിട്ടും ഗൈസ്. എന്നിട്ട് ഗണ്ണിൽ ഏതെങ്കിലും ഒരു ഗണ്ണ്, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പിസ്റ്റളാണ്. എന്നിട്ട് ഇതുമലോട്ട് ഇങ്ങനെ വെടി വെച്ചിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂർ പൂരം. പിന്നെ 00 അടിക്കണം നിങ്ങൾ. വേറൊരു ഇത് കിട്ടും. 00 അടിച്ചാൽ 00 ഉണ്ടോ? എന്നിട്ട് എയിം ചെയ്യുക, ഷൂട്ട് ചെയ്യുക. ഷൂട്ട് ഉണ്ടോ? നമുക്ക് ഇവരെ മേത്തൊന്ന് പരീക്ഷിക്കാം. ഏയ് മാഡം ഒന്ന് നിൽക്കണം മാഡം, ഒരു പരീക്ഷണം ചെയ്യാനുണ്ടായിരുന്നു. സോ നമ്മളിവിടെ ഇത് വിളിച്ചിട്ടുണ്ട്. ഗൈസ് വരെ എടുത്തു വെച്ചല്ല ഗൈസ് പൊട്ടിയത്. 0-0. ഇവരെ അങ്ങോട്ട് പോയി നിർത്തണം. ഒന്നും പറ്റിയില്ല ഗൈസ്. എന്നാൽ പിന്നെ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിനി എൻ്റെ ലാംബോ 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 ബോ ലാംബോ 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 ലോ ലാംബോ. പോലീസുകാർ പിടിക്കാൻ പറഞ്ഞത്. ഞാനിത് വർക്കാവുമെന്ന് നോക്കട്ടെ. നീയൊക്കെ നീ വെടിവെക്കുവോ? നീയൊക്കെ നീ വെടിവെക്കുക. എന്നെ വെടിവെക്കടാ, ഒന്ന് വെടിവെക്കാൻ നോക്കടാ. ആനിമൽ അതോറിറ്റിൻ്റെ പേര്. ഞാനിങ്ങോട്ട് ഇറങ്ങിയെന്ന് നോക്കിയാൽ ഇവന്മാരപ്പോൾ വെടിപ്പ് തുടങ്ങും. ഞാൻ കയറാം. അതുകൊണ്ട് ഇൻഫിനിറ്റി ഹെൽത്താണ് എന്നാലും ഒരു ഇഷ്യൂ അല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡ്. ഞാൻ വേറൊരു ചീറ്റ് കൂടി സ്റ്റാർ ഒന്ന് പോയിട്ട് പരീക്ഷിക്കാൻ പോകണം. സോ നമ്മുടെ വാണ്ടഡ് ലെവൽ ഇവിടെ കഴിഞ്ഞു ഗൈസ്. സോ നമുക്കിനി ചെയ്യാനുള്ള പണി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡോഗ് ടവർ ബിൽഡ് ചെയ്യാൻ പോണ. ഡോഗ് ടവർ ഇല്ലേ, അത് ബിൽഡ് ചെയ്യാൻ പോവാ. ഡോഗിൻ്റെ ഒരു ടവർ 600 ഉണ്ടോ ഗൈസ്? ഒരു ഡോഗ് ടവർ. ഉണ്ടോ ഗൈസ്? വോ, ഇത് ഭയങ്കര കിടലാണ് ഗൈസ്. ഇത് ഭയങ്കര കിടലായിരുന്നു ഗൈസ് അല്ലേ? സോ നിങ്ങൾക്ക് ആ നീന്തുന്ന ഗ്ലിച്ച് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ ഗൈസ് കമന്റിൽ. സോ നമുക്ക് ഈ പോലീസ് കാർ അങ്ങ് എടുത്താലോ ഗൈസ്? ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പോലീസുകാരുടെ വലിയ സ്പീഡൊന്നുമില്ല ഗൈസ്. ഞാനും ജസ്റ്റ് ഒന്ന് സഞ്ചരിക്കാൻ വേണ്ടി.
ഇവിടെ നല്ല മഴ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വെലോസി റാപ്റ്റർ വിളിക്കാൻ പറ്റും. ഞാൻ വളയുന്നുണ്ടോ പോലീസ്? ഡൗട്ട്. ഇതങ്ങ് നശിപ്പിച്ചാണ് കേട്ടോ. മനുഷ്യര് പ്രാന്ത് ഒച്ച വെക്കുമ്പോൾ തന്നെ അല്ല. പിന്നെ വെലോസി റാപ്റ്ററെ പുറത്ത് കയറുന്നതിനെയും വിളിക്കാൻ പറ്റും നമുക്ക്. പുറത്ത് കയറാൻ പറ്റാത്തതിനെയും വിളിക്കും. ആദ്യം പുറത്ത് കയറാൻ പറ്റാത്തതിനെ വിളിക്കാം. ഇതാ കണ്ടോ വെലോസി റാപ്റ്റർ. ഞാനെന്തായാലും ഇതിനെ മിസൈൽ വെച്ച് കൊടുക്കും. അതിൻ്റെ ഒരു ഒച്ച വെക്കാൻ നല്ല രസമുണ്ട് അല്ലേ? അടുത്ത 50-50 ബിസ്ക്കറ്റ് ഓർത്താൽ മതി ഗൈസ്. ഈ ചീറ്റ് കോഡ് ഓർക്കേ. ഇതാ ഇനി ഞാനിതിൻ്റെ അടുത്തോട്ട് പോയാൽ എനിക്ക് വേണേ എന്നെ പുറത്ത് കയറാൻ പറ്റും. കണ്ടോ ഗൈസ്? അയ്യോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡ്, അത്ര പറയാനുള്ളൂ ഗൈസ്. അതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡുണ്ട് ഗൈസ്. സോ ഞാനെന്തായാലും ഇവനെ കൊല്ലുകയാണ് ഗൈസ്. വീണ്ടും ആ ഒച്ചയൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് ലൈഫ് കുറയത്തില്ല ഗൈസ്, ബിക്കോസ് എനിക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ഉണ്ട് ഗൈസ്. സോ ഞാൻ ബ്രാക്കിയോസറസ് ഇല്ലേ ഗൈസ്, ആ കഴുത്ത് നീണ്ട ഒരു ഡൈനോസർ, അതിൻ്റെ ചീറ്റ് കോഡ് ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. 53 കണ്ടോ ഗൈസ്? ജാതി വലിപ്പാന്ന്. ഞാൻ ഇതിനെയും വെടിവെക്കും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ മാറിക്കളേ. അല്ല ബുദ്ധിയുണ്ട് ഗൈസ് ഈ. സോ നമുക്ക് ഇവനെങ്ങനെയും വെടിവെച്ച് കൊല്ലണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഗൈസ്. ഇവനാണെങ്കിൽ നല്ല ഓട്ടക്കാരനുമാണ് ഗൈസ്. ഇതില് ഈ ബ്രാക്കിയോ, where did you go? Hey ബ്രാക്കിയോ, എവിടെയും പോയി. സോ ഇതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത്ര ഒരു മിസൈൽ ലോഞ്ചർ വെച്ച് അടിച്ചിട്ട് പോലും എന്താണ് കേസ് ഇതിൽ ഒരു ഡോറ് പോലും പൊട്ടാത്തത്? സോ നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു ഗൈസ്. ഇതിൽ അടിച്ചിട്ട് വീണ്ടും പ്ലേ കൊടുക്കുക. സോ ആഡ് ഗൈസ്. സോ നമ്മൾ ഇങ്ങോട്ട് കയറാം. ഞാൻ വേറൊരു കാര്യം കാണിച്ചു ഗൈസ്. നമ്മളുണ്ടല്ലോ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിക്കുക. എന്നിട്ട് ഈ ഹൗസ് ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ കളർ മാറ്റാൻ പോകുന്നു ഗൈസ്. ഇതിൽ എൻ്റർ ടെക്സ്റ്റിലുണ്ടല്ലോ ഗൈസ്, ഹൗസ് കളർ, ഹൗസ് കളർ കളർ RGB. ഓക്കെ സെറ്റ്. ഇതെന്താണ് ഈ സാവത്ത്? നോക്കിയപ്പോൾ ആക്ച്വലി ആയതാണ് ഈ ഹൗസ് കളർ RGB. ഒന്നുകൂടി അടിച്ചു നോക്കാം നമുക്ക്. എന്നാല് കളർ RGB. ഓക്കെ കണ്ടോ ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ ആവുന്നു. ഇപ്പോൾ കണ്ടോ ഗൈസ്? അതായത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ബൈക്കിൻ്റെ ഇത് പറഞ്ഞുതരാം ഗൈസ്. നമ്മുടെ ചീറ്റ് കോഡ് 400 ആണ് ഗൈസ്. അതിൻ്റെ മുന്നേ ഇൻഫിനിറ്റി ഹെൽത്ത് ഞാൻ വിളിക്കുന്നത് 9129. പിന്നെ ഞാൻ നിങ്ങൾക്ക് സോ ഇൻഫിനിറ്റി ഹെൽത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മൊബൈലിൽ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ചീറ്റ് കോഡ് അടിച്ചു തരാം ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ്. 400 വിളിച്ചാൽ ZX10R കിട്ടും. സോ നമുക്ക് ജെറ്റ് പാക്ക് ഒന്ന് പറത്തി കാണിക്കാം ഗൈസ്. ഞാൻ നിങ്ങളെ 320 ആണ് കുറച്ചുകൂടി കിടിലം ഗൈസ്.
കുറച്ചുകൂടി പെട്ടെന്ന് സ്റ്റാർട്ടാവുക ഇതെല്ലാം. ഇത് അത്യാവശ്യം അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ജെറ്റ് പാക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. കാരണം ഇത് കരയിൽ കൂടി പറക്കാം, വെള്ളത്തിൽ കൂടിയൊക്കെ പറപ്പിക്കാൻ പറ്റും കേട്ടോ ഗൈസ് നമുക്ക് ജെറ്റ് പാക്ക്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഗൈസ്, ഈ സീയിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് മറ്റേ ഇതിൻ്റെ ചീറ്റ് കോഡും കൂടി പറഞ്ഞുതരാം ഗൈസ്. ബോട്ടിൻ്റെ ചീറ്റ് കോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. സോ ഗൈസ്, പ്രത്യേകിച്ച് ആരും കമൻറ്റ് ഇടുന്നില്ല. 1-2 ആൾക്കാർ കമൻറ്റ് ഇട്ട് എന്നാണ് ഗൈസ്. ആരും കമൻറ്റ് ഇടുന്നില്ല. ലൈക്ക് അടിക്കാത്തവരുണ്ട്, ലൈക്ക് അടിച്ചങ്ങ് പൊളിച്ചേ ഗൈസ്. ലൈക്ക് ബട്ടൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അടിച്ചങ്ങ് പൊളിച്ചേ ഗൈസ്. എല്ലാവരും ഒന്ന് അടിച്ച് കയറി വാ. നമ്മുടെ ചീറ്റ് കോഡ് 3001 ഗൈസ്. ഇതാ ബോട്ട് വന്നു. നമുക്കതിന് അതിൽ കയറി ഒന്ന് റൈഡ് പോകണം. ഒരു റൈഡിന് വേണ്ടി പോകണം. നല്ലൊരു ആംഗിൾ ആണ്. സോ ഞാനിത് ഇറങ്ങി ഓടിച്ചാലായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഓടിച്ച് കാണിച്ചിടാം ഗൈസ്. ഇൻഫിനിറ്റി ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിലിട്ടോ ഗൈസ്. 3001 ഓക്കെ. നമ്മുടെ ലൈഫ് ടാർഗറ്റ് എല്ലാവരും കിട്ടുന്ന ഒരു 100 ആണ് ഇപ്പോഴത്തെ ലൈഫ് ടാർഗറ്റ്. ചെറിയ ലൈഫ് ടാർഗറ്റ് എല്ലാവരും അടിച്ചു കൊടുക്കുകയും സോ നമ്മൾ വീണ്ടും കരയിലായി ഗൈസ്. സോ നമുക്ക് മിസൈൽ ലോഞ്ചർ എടുത്തൊന്നും പൊട്ടിക്കും. അയ്യോ, വെള്ളത്തിലോട്ടല്ല. ഓക്കെ, ചാടൊന്ന്. ഇവന് ചാടാനുള്ള വഴിയാണ് ഗൈസ്. റണ്ണിങ് ബട്ടൺ 2 തവണ ഞെക്കിയത് ഗൈസ്. സോ 3001. അയ്യോ, ഇവൻ മൊബൈൽ എടുക്കത്തില്ല ഗൈസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന്. അതാണ് ഇവൻ്റെ ഒരു പ്രശ്നം ഗൈസ്. അത് നമ്മളായാലും ആരും എടുക്കൂല, അത് വേറെ കാര്യം. 3001 വിളിച്ചു ഓടിച്ച് കാണിച്ചു. ഇതെന്താണ് ഗൈസ് ഇങ്ങനെ പൊങ്ങി പോണത്? അയ്യോ, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വെള്ളത്തിൽ ഓടുന്നുണ്ട്. പിന്നെ ഞാൻ ഓവർ ആക്ടിങ് ഗൈസ്. വീണ്ടും പറഞ്ഞ ഓവർ ആക്ടിങ് ഉണ്ടോ ഗൈസ് എൻ്റെ? സോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ജെറ്റ് പാക്ക് വെള്ളത്തിൽ കൂടെ പറത്തി കാണിക്കാൻ കഴിയുന്നു. ഞാൻ എന്തായാലും മറ്റേ ജെറ്റ് പാക്ക് പറത്തി കാണിച്ചു തരാം ഗൈസ്. മറ്റേ 330 വിളിക്കുന്ന ഒരു ജെറ്റ് പാക്കില്ലേ, അത് പറത്തി കാണിച്ചു തരാം. ഇവന് ഈ റണ്ണിങ് ബട്ടൺ എല്ലാം കൊടുത്തിട്ട് ഇതാക്കിയാൽ അത്യാവശ്യം സ്പീഡിൽ നീന്തും. 330 ഓക്കെ ഓക്കെ. ഇത് സ്റ്റാർട്ടായി വരണ ഇത്തിരി ഡിലേ ആണ് ഗൈസ്. കണ്ടോ ഗൈസ്, നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൊക്കെ വേണേൽ സഞ്ചരിക്കാം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, വെള്ളത്തിൻ്റെ അടിയിലല്ല സഞ്ചരിക്കാം. സോ ഇത് നല്ല സ്പീഡുണ്ട് ഗൈസ്. ജെറ്റ് പാക്കിന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഗൈസ്. സോ 1120 അടിച്ചാൽ എന്താണ് വരാമെന്നൊന്ന് നോക്കണം ഗൈസ്. 1120 അടിച്ചാൽ എന്ത് വരും? 1120 ഓക്കെ. സ്കൈഫോൾ ആണ് ഗൈസ്. സ്കൈഫോൾ ആണ് ഗൈസ്. 1120 വിളിച്ചാൽ വരിക ഗൈസ്. ചീറ്റ് ആക്ടിവേറ്റഡ്.
സോ ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആയി ഗൈസ്. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പീസ് ഔട്ട്.